എല്ലാവർക്കും അഭിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് ഇംഗ്ലണ്ടിലെ പീക്ക് ഡിസ്ട്രിക്റ്റിൽ വന്നിട്ട് ഇവിടെ ഒരു കവൻ, അതായത് മുമ്പത്തെ ഒരു 250 കൊല്ലം പഴക്കമുള്ള ഒരു മൈനിങ് ഏരിയ ഒക്കെ കണ്ടു. അപ്പോൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ആ മൈനിങ് ഏരിയ നമ്മൾ അവിടുത്തെ ഒരു ഫേമസ് ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയിട്ടുള്ള വിനാറ്റ് പാസിൽ വരുന്നതാണ്. വിനാറ്റ് പാസ് എന്ന് പറഞ്ഞാൽ 1634 തന്നെ അതിനെപ്പറ്റിയൊരു ബുക്കൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ 2 കുന്നുകൾക്കിടയിലുള്ള മനോഹരമായ റോഡും അതിലേക്കുള്ള ഡ്രൈവാണ് അവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളവിടെ കേവിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 250 മീറ്ററോളം ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ഇവിടെ ഫുള്ള് ക്യാമ്പിങ്ങും സെറ്റപ്പൊക്കെയാണ്. അപ്പോൾ നേരെ നമ്മൾ വിനാസ് പാസിലേക്കാണ് പോകുന്നത്. അവിടെ ഒരു കിടിലൻ ഡ്രൈവാണ്, നമുക്ക് നേരെ വിടാം. അപ്പോൾ നമ്മൾ ട്രക്ലിഫ് ക്യാബിൻ്റെ അവിടെ നിന്നിട്ട് വന്നത്. അപ്പോൾ അടുത്തൊരു സ്ഥലമാണ് ഇവിടെ സ്പീഡ് വെൽ ക്യാബൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു സ്ഥലമുണ്ട്. ഇതാണ് വിനാസ് പാസ്. ഒരുപാട് പേര് ഇവിടെ ഹൈക്ക് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസ്. പിന്നെ ഈ 2 മലയുടെ ഇടയിൽ കൂടെ ഡ്രൈവിംഗ് ആണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്. അപ്പോൾ ഇതാണ് കാർ പാർക്ക്. അത്യാവശ്യം കുറേ കാറുകൾക്ക് പാർക്ക് ചെയ്യാനുണ്ടാവും. അപ്പോൾ നേരെ കാണുന്നതാണ് വിനാറ്റ് പാസ്. അതിൻ്റെ മുകളിലേക്ക് ആൾക്കാർ കുറേ ട്രക്ക് ചെയ്ത് കയറുന്നുണ്ട്. നോക്കിയേ, അവിടെ ഒക്കെ ഇങ്ങനെ കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കെന്തായാലും ഈ കേവ് ഒന്ന് കണ്ടിട്ട് പോകാം. ഇവിടെ പാർക്കിംഗ് ഉണ്ട്. പാർക്കിംഗ് 4 മണിക്കൂറാണ് മിനിമം ഇടേണ്ടത്. 6 പൗണ്ടാണ്. അപ്പോൾ നമ്മൾ നേരെ ഈ കുന്നിൻ്റെ മുകളിൽ കയറിയിട്ട് വന്നാലോ അതിങ്ങനെ ആലോചിക്കുക. വേണ്ട, കുറേ പേര് ഇതിൻ്റെ മുകളിൽ കയറുന്നുണ്ട്. അപ്പോൾ ഒന്ന് കയറിയിട്ട് വന്നാലോ ഒന്ന് ആലോചിക്കുക. അപ്പോൾ ഇതാണ് വിനാറ്റ് പാസ് കേട്ടോ. വിനാറ്റ് പാസിൽ ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഡ്രൈവിന് പോകാം. ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും. അതിന് മുമ്പ് ഇതിൻ്റെ മുകളിൽ ഒന്ന് കയറിയിട്ട് വരാം നമുക്ക്. ഇതൊരു വേണ്ടാത്ത പണിയാക്കിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കുറേ കയറാനുണ്ട്, എന്നാലും കുറേ പേര് കയറുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് കയറി നോക്കിയിട്ട് വരാം. എന്തായാലും സമയമുണ്ടല്ലോ, അത്രയും സമയം വെറുതെ കളയണ്ട. ഇതേപോലത്തെ ഇട്ട വഴി മുകളിൽ കയറാനായിട്ട്. ഭാഗ്യത്തിന് ഹൈക്കിങ്ങിൻ്റെ ഷൂ ഒക്കെ ഇട്ടിട്ട് വന്നാരനെ കൊണ്ട് രക്ഷപ്പെട്ടു. ഒക്കെ മുകളിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ കിടിലം വ്യൂ ആയിരിക്കും കേട്ടോ താഴേക്ക് നോക്കുമ്പോൾ. നമ്മൾ കുറച്ച് കയറിയിട്ടുള്ളൂ. അവിടെ നിന്ന് നമ്മൾ കയറി വന്നത്. അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് വിചാരിച്ച പോലെ അല്ല. കുറച്ച് സൂക്ഷിച്ച് കയറിയില്ലെങ്കിൽ ഇവിടെ പണി കിട്ടും. നല്ലോണം കിതക്കിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേളിൽ കയറിയിട്ട് പകുതി പോലെ ആയിട്ടില്ല. അപ്പോഴേക്കും കിടിലം വ്യൂ ഉണ്ടാ ഇതിൻ്റെ മുകളിൽ നിന്ന്. പിന്നെ ഒരുപാട് പേര് ഇങ്ങനെ ക്ലിഫിലൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതെന്തായാലും കയറിയില്ലെങ്കിൽ നഷ്ടമായേട്ടാ. നമുക്ക് ധൃതിയില്ല, പതുക്കെ കയറാൻ കുറേ സമയമുണ്ടല്ലോ. ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒന്ന് ശ്രമിച്ചാൽ കയറാവുന്നുള്ളൂ. കണ്ടില്ലേ, ഇതേപോലത്തൊക്കെയാണ് വഴി. പക്ഷേ ഒരു ചെറിയൊരു അശ്രദ്ധ നമുക്ക് ഒരു വലിയൊരു അപകടത്തിലേക്ക് പോകും. അതുകൊണ്ട് കയറുന്നൊരു മര്യാദയ്ക്ക് സൂക്ഷിച്ച് കയറുക. കണ്ടില്ല, ആ ക്ലിഫിൻ്റെ അവിടെ നിന്ന് ആൾക്കാർ ഫോട്ടോ എടുക്കണ്ട. പല വഴി കൂടെ ആൾക്കാർ കയറുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ കയറിയപ്പോഴേ ഭയങ്കര കാറ്റായി, ഒരു രക്ഷയില്ല. പക്ഷേ നല്ല വ്യൂ ഉണ്ട് അതിൻ്റെ മുകളിൽ നിന്നിട്ട്. ഇതേപോലെ തന്നെ വഴി കയറുന്നത് ഫുള്ള് ഇതേപോലത്തെ വഴിയാണ്. അപ്പോൾ നമുക്ക് തിരിച്ചു വരുമ്പോൾ അപ്പുറത്തെ വഴി കൂടെ ഇറങ്ങി വരാം. അപ്പോൾ അത് ഇത്തിരി സ്ലോപ്പ് കുറവുണ്ടെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് കയറി വന്നപ്പം ചെറിയൊരു കേവ് പോലത്തെ സംഭവം. അതിൻ്റെ ഉള്ളിൽ കുറേ വേസ്റ്റൊക്കെ ഇട്ടുണ്ട് ആൾക്കാർ. ഇതാണ് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ. നമ്മളിപ്പോൾ പകുതി കയറി വന്നിട്ടുണ്ട്. എന്താ വ്യൂ നോക്കിയേ. നല്ല കാറ്റുണ്ടാവും. ഇതിൽ മനസ്സിലാവും. ഞാൻ ആ വിൻഡിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് മൈക്കിൽ. പക്ഷെ എന്നാലും ഉണ്ടാവും കാറ്റിൻ്റെ കുറച്ചത്. അപ്പോൾ നമ്മൾ മുക്കാലും കയറിയിട്ടാണ്. ആൾക്കാർ ഈ കുട്ടികളും നായൊക്കെ ആയിട്ടാണ് ഇത്രയും വലിയ കുന്ന് കയറണം. എങ്ങനെയാണെന്ന് മനസ്സിലാവില്ല. നമുക്ക് ഒറ്റയ്ക്ക് കയറുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ട്. വിൻഡിൻ്റെ ഭയങ്കര ഡിസ്റ്റർബൻസ് കാരണമാണ് ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരാണ് കയറുന്നത്. ഇവിടേക്ക് കയറണത് മാത്രമല്ല, എന്നിട്ട് മുകളിൽ കയറിയിട്ട് ഫുള്ള് ട്രക്ക് ചെയ്ത് അപ്പുറത്ത് കൂടിയാണ് ഇറങ്ങുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് സൂം ചെയ്ത് നോക്കുമ്പോൾ തന്നെ കാണാൻ വേണ്ടില്ല ഒരുപാട് പേര് ആ മുക്കിലൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ താഴേക്ക് ഇവിടെ വരുമ്പോൾ ഈ കാണുന്നതാണ് ട്രക്ലിഫ് ക്യാബൻ, നമ്മൾ നേരത്തെ പോയത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ആ കേവിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇതിലേ ഇറങ്ങി റൗണ്ട് അടിച്ച് നമ്മൾ ഇപ്പുറത്തേക്ക് വന്നത്. ഇവിടെയാണ് വിനാറ്റ് പാസിൻ്റെ പാർക്കിംഗ് കേട്ടോ. അപ്പം ഇവിടെ നിന്ന് നമ്മളിപ്പോൾ കയറി വന്നേക്കണത്. കണ്ടില്ലേ, കുറേ ആൾക്കാർ കയറി വരുന്നുണ്ട് കേട്ടോ. നായൊക്കെ ആയിട്ടാണ് കയറി വരുന്നത്. അപ്പോൾ കിട്ടില്ലെന്നൊരു സ്ഥലമുണ്ട്. കയറി വന്നാൽ അടിപൊളിയാണ്. അയ്യോ, ഈ പുള്ളിക്കാരത്തിന് സമ്മതിക്കണം കേട്ടോ. ഒരു കൊച്ചിനെ ബാക്കിലിരുത്തി നായനെ കൈ പിടിച്ചിട്ടാണ് പോണത്. ഞാനിപ്പോൾ ഈ കമ്പിയെ ഇവിടെ ഈ സൈഡിൽ കൂടെ ഇവിടെ കമ്പി വലി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ താഴെ ഇല്ല. അപ്പോൾ അതുമ്പോൾ പിടിച്ച് ഇറങ്ങണം. ഇവിടെ വലിയ കുഴപ്പമില്ല കേട്ടോ ഈ സൈഡിൽ. വിനാറ്റ് പാസിലെ ഈ കുന്ന് കയറി ഇറങ്ങണം കേട്ടോ. നമ്മളിപ്പോൾ വിചാരിച്ച പോലെ ഇല്ല, അത്യാവശ്യം നല്ല ടഫാണ്. അതിനുള്ള ഗിയറൊക്കെ ആയിട്ട് വന്നോളൂ. അതായത് ഷൂസൊക്കെ ഉണ്ടെങ്കിൽ ട്രക്കിംഗ് ഷൂസ് ഇട്ട് വന്നോളൂ. വേണ്ടില്ല ഇതേപോലത്തെ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. കയറി ഇറങ്ങാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. മാത്രമല്ല ഈ പാർട്ടിയൊക്കെ കഴിഞ്ഞ് തലേദിവസം കള്ളു കുടിച്ചിട്ടൊക്കെ വരുന്ന ആൾക്കാർക്കാണ് വായെന്ന് പതരും കേട്ടോ. നമ്മൾ ഏകദേശം പകുതി കയറിയിട്ട് ഇറങ്ങിയിട്ട് ഏകദേശം ഫുള്ളായിട്ട് ഇറങ്ങി. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഈ ഒരു ക്ലിഫിൻ്റെ അവിടെ പോയിട്ട് വീഡിയോ എടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോഴേക്കും അവിടെ കുറേ പേരായി.
അവർ പോകാൻ വേണ്ടി ഇവിടെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവർ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ഒരു വീഡിയോ എടുക്കാനായിട്ട്. റോഡിൻ്റെ വ്യൂ അടിപൊളിയായിരിക്കും. ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നോക്കട്ടെ കേട്ടോ. ആൾക്കാർ കയറി ഇരുന്നിരുന്നേ കല്ലിനൊക്കെ നല്ലൊരു മിനുസായി. ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. നമ്മൾ ഇംഗ്ലീഷ് പടത്തിലൊക്കെ കാറിൻ്റെ ചേസ് കാണിക്കുന്ന പോലത്തെ റോഡ്. അപ്പോൾ അവിടെ അടുത്ത ആൾക്കാർ വന്നു. ഞാൻ അതിലേ ഇങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ താഴെ ഇവിടെ ഒരു വഴി കാണുന്നുണ്ട്. ഇതിൽ കൂടെ അങ്ങോട്ട് ഇറങ്ങാനുള്ളൊരു പ്ലാനാണ്. എങ്ങനെ ഉണ്ടാവുമോ? ഇവിടെ നിന്ന് ഇറങ്ങി കിട്ടി അങ്ങോട്ട് പോകുമായിരുന്നു. പണ്ട് നമ്മുടെ നാട്ടിലെ പാടത്തെ വരമ്പൊക്കെ പോലെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇപ്പോൾ നേരത്തെ ഈ ഒരു കുന്നിൻ്റെ മുകളിൽ നിന്നിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തത് കേട്ടോ. ഈ റോട്ടിൽ കൂടെ വണ്ടികളൊക്കെ പോകണതാണ് ഒരു പ്രത്യേക ഭംഗി. ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ ചെറിയൊരു കേവ് ഉണ്ട്. ആൾക്കാർ ടോർച്ചൊക്കെ ആയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ പോകുന്നത്. ഇത്രയും പ്രിപ്പയർഡ് ആയിട്ടാണ് ഇവന്മാർ വരുന്നതെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഓക്കെ, എന്താണെന്ന് ഉള്ളിലേക്ക് പോയി നോക്കാം. നാട്ടിലെ പോലെ കുപ്പികളൊക്കെ പുറത്തെടുക്കുന്നുണ്ട് കേട്ടോ. ആകെ വൃത്തിയുടെ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ പിന്നെ നേരെ തിരിച്ചു വന്നു. നമുക്ക് കുറച്ചങ്ങോട്ട് നടന്നിട്ട് തിരിച്ചു പോവാം. ആ വണ്ടികൾ പാർക്ക് ചെയ്തോടത്താണ് നമുക്ക് എത്തേണ്ടത്. ഇപ്പം 1:30 ആയിട്ടുണ്ട്. നമുക്ക് 1:45 നടന്നു പോവാം. അടിപൊളിയുണ്ട് ഈ കുന്നൊക്കെ. നമ്മളപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വന്നത്. അപ്പം നേരെ ഈ വഴി കൂടെ നടന്നുകൊണ്ടിരിക്കുക. എന്താ വ്യൂ നോക്കിയാൽ ഇതിലേക്ക് നടക്കാനായിട്ട്. നല്ല കാറ്റുമുണ്ട്, അത്യാവശ്യം തണുപ്പുണ്ട്. ജാക്കറ്റൊക്കെ ഇട്ട് വന്ന കാരണം കൊണ്ട് വലിയ കുഴപ്പമില്ല. ഇങ്ങോട്ട് നടക്കാൻ കുറേ ഉണ്ട് കേട്ടോ. ആൾക്കാരതേ ഇവിടെ ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുക അതിൻ്റെ മുകളിലേക്ക്. ഒന്നും പറയാനില്ല, ഞാനിപ്പോൾ തന്നെ തളർന്നു. പക്ഷേ ഇവിടുത്തെ വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ അപാര വ്യൂ കേട്ടോ. ഈ വണ്ടികൾ പോയി കാണുന്ന തന്നെ ഒരു പ്രത്യേക ഭംഗി. നമ്മൾ ഏകദേശം നടന്നെത്താറായിട്ടുണ്ട് കേട്ടോ. ആ മുട്ടക്കുതിൻ്റെ മുകളിലാണ് നമ്മൾ നേരത്തെ കയറിയിരുന്ന് വീഡിയോ ഒക്കെ എടുത്തത്. അപ്പോൾ ആ വണ്ടികൾ പാർക്ക് ചെയ്യുന്ന സ്ഥലം കണ്ടില്ലേ, അവിടേക്കാണ് നമുക്ക് എത്തേണ്ടത്. അപ്പോൾ ഏകദേശം നമ്മൾ കറക്റ്റ് ടൈമിലാണ് എത്തും. ഈ ഒരു വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം വിനാസ് പാസിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് വന്നോളൂ. അതായത് ഹൈക്കിങ്ങും ഇതിൻ്റെ കൂടെയുള്ള നടത്തവും പിന്നെ ഈ കേവും എല്ലാം കൂടെ നല്ല സമയമെടുക്കും. പിന്നെ ഫുഡ് കയ്യിൽ പിടിക്കുന്നത് നല്ലതായിരിക്കും. എന്തെങ്കിലും സ്നാക്സും വെള്ളവും ജ്യൂസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൈ പിടിക്കുന്നത് നല്ലതായിരിക്കും. ഈ ഭാഗത്തൊന്നും കണ്ടില്ല കേട്ടോ. എനിക്കിതിൽ ഈ റൂട്ടിൽ കൂടെ വണ്ടി വരുന്നതാണെങ്കിൽ തന്നെ ഒരു പ്രത്യേക ഭംഗി. ഇങ്ങനെ നോക്കിക്കാൻ തോന്നുന്നു ഈ പച്ചപ്പിൻ്റെ ഇടയിൽ. ഒരു രക്ഷയില്ല. ഒരുപാട് ബൈക്കേഴ്സിനെയും കാണുന്നുണ്ട് ഇപ്പോൾ സമ്മർ ആയതിനെ കൊണ്ട് തന്നെ. അപ്പോൾ ഇവിടെ വരുന്ന ഭൂരിഭാഗം പേരും വിനാസ് പാസിൽ കൂടെ ഡ്രൈവ് ചെയ്യാറുണ്ട്. അപ്പം റോഡിൽ തിരക്കുറയ്ക്കാൻ കണ്ട ബാരിക്കേഡ് വെച്ചിരിക്കണ് ഒരു സൈഡിൽ ഇങ്ങനെ. അപ്പം ഒരു സൈഡിലേക്ക് മാത്രമേ ഇങ്ങനെ വണ്ടി ഇങ്ങനെ കടത്തി വരുന്നുള്ളൂ. അത് ആൾക്കാരെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇങ്ങനെ പോവാണ്. നമ്മളെ നാട്ടിൽ പോലെ നിയന്ത്രിക്കാൻ ആരുമില്ല. വിനാസ് പാസിൽ വന്നാൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇവിടെയുള്ള കുന്നിൻ്റെ മുകളിലേക്കൊക്കെ നമുക്ക് ഹൈക്ക് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ ഒരുപാട് ഇവിടെ കാവൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ കയറണമെങ്കിൽ ടിക്കറ്റൊക്കെ എടുക്കണം. പിന്നെ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടെ ഈ വിനാസ് പാസിൽ കൂടെ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കും ഒരു ഡ്രൈവ് പോയിട്ട് വരാം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പീക്ക് ഡിസ്ട്രിക്റ്റിൽ നമ്മൾ കയറുമ്പോഴേ ടിക്കറ്റ് ഒന്നും എടുക്കണ്ടായിരുന്നല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ പീക്ക് ഡിസ്ട്രിക്റ്റിൽ എപ്പോഴും വീഡിയോ കാണുമ്പോൾ കാണുന്ന ഒരു റൈഡാണ് ഇത്. ഈ ഒരു ഡ്രൈവാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വിനാസ് പാസ് എന്നാണ് ഇതിനെ പറയണത്. ഒരുപാട് പേര് ഇവിടെ വന്ന് ഹൈക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ഒരു റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലൻ ലുക്കാണ് കേട്ടോ. ഒരു രക്ഷയില്ല.
അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണുന്നത് വിനാറ്റ് പാസിൻ്റെ എൻട്രൻസിൽ തന്നെ ഒരു സ്പീഡ് വെൽ കവൻ ഉണ്ട്. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കവൻ്റെ ഉള്ളിൽ കൂടെ, അതായത് ഏകദേശം ഒരു 150 മീറ്റർ താഴെ ഇട്ടാ അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളൊരു ബോട്ട് യാത്രയൊക്കെ നടത്തുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.